ഹായ് ഗായ്സ്, ഈ കാണുന്ന 5 മുട്ടകളില്ലേ, ഈ 5 മുട്ടകളും എൻ്റേതാണ്. ഞാൻ ആദ്യമായിട്ട് PSC എക്സാം എഴുതാൻ പോയപ്പം എനിക്ക് കിട്ടിയ മാർക്കാണ് ഈ കാണുന്ന 5 മുട്ടകൾ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ 70 എൻ്റെ തന്നെയാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സെൽഫ് സ്റ്റഡിയിലൂടെയും ഓൺലൈൻ ക്ലാസ്സിലൂടെയും വാങ്ങിയ മാർക്ക്. ഓക്കെ ഗായ്സ്, ഇത് രണ്ടും എൻ്റെ മാർക്കുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ 0-ൽ നിന്ന് 70-ലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വളച്ചു കിട്ടില്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മടി മാറ്റി വെക്കുക, ഇതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് നടക്കൂല, അറിയാം. എന്നാലും ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുക്കുന്ന വഴി നമുക്ക് ഈ ഒരു കാര്യത്തെ ഒരു പരിധി വരെ മാറ്റി വെക്കാൻ കഴിയും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നേക്ക് ഒരാഴ്ചത്തേക്ക് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ടാസ്ക് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ മറ്റ് ചില ടാസ്കുകൾ, ലൈക്ക് നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്, അവയ്ക്ക് വേണ്ടി കുറച്ചധികം സമയം മാറ്റി വെക്കുക എന്നുള്ളൊരു ടാസ്ക് നമ്മൾ ചെയ്യാം. മാത്രമല്ല, നമ്മൾ ഇത്ര നേരം പഠിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം എന്നുള്ളൊരു റിവാർഡ് പോലെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മുടെ മടി മാറ്റി വെക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ ഈ പഠനത്തിൽ മാറ്റി വെക്കാൻ കഴിയും. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഞാനത് വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ അത് അത്ര കീ ഫാക്ടർ ആയതുകൊണ്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസി, തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതൊരു മോട്ടിവേഷനല്ല, ഇതെൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൺസിസ്റ്റൻസിയാണ്. അതെന്തായാലും വേണം. ഡിസിപ്ലിൻ, ഇറ്റ്സ് ഓൾസോ എ ഗുഡ് ഫാക്ടർ. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇവ രണ്ടും. പിന്നെ സോഷ്യൽ മീഡിയ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം ഗൈസ്. നമ്മൾ ഈ ഏത് നേരത്തും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കയറുന്നതായിരിക്കും, പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ അത്രമേൽ നമ്മുടെ ബ്രെയിനിനെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോഷ്യൽ മീഡിയയിലെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് മാക്സിമം നമുക്ക് മാറ്റി വെക്കാൻ കഴിയണം. പൂർണ്ണമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് നിങ്ങളെ തന്നെ എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. തുടർന്ന് എൻ്റെ വീഡിയോസിൽ ഇത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഗൈസ്, ബൈ.